അപ്പം ദേവി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഈ ദേവിയുടെ പുറകെയാണ് എൻ്റെ സെർച്ച്. ഞാൻ ചോദിച്ചു എന്താ ദേവിക്ക് പറ്റിയത്? ദേവി മരിച്ചു. പക്ഷെ ദേവി മരിക്കേ? ആ ദേവി മരിച്ചു, സുഖമില്ലായിരുന്നു. അല്ല, ഞാൻ കൊന്നതാണ്. അയാൾ കൊന്നു. ഇത് കേട്ട് ഞാൻ ആകെ ഷോക്കായി. ദേഷ്യം കൺട്രോൾ ചെയ്യാതെ കല്ലെടുത്ത് തലക്കടിച്ചു കൊന്നു. ഞാനാകെ ഷോക്കായി. ഇതവൻ്റെ ലൈഫിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന് പെണ്ണ് വാഴുന്നില്ല. നമ്മൾക്ക് അറിയില്ല ഈ ലോകത്തിൽ എന്താ നടക്കുന്നത്, നമുക്കറിയില്ല. മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അനന്തര സാധ്യതകളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുന്നില്ല. വേറെ എന്തെങ്കിലും കിളി പറത്തിയ ഇത്തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സംഭവിച്ചിട്ടുണ്ട്? ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കന്നഡ ലാംഗ്വേജാണ്. ഇത് ഇപ്പോഴത്തെ അല്ല, പഴയ ലാംഗ്വേജ്. ഒരിക്കലും അല്ല. ഒരു കന്നഡ സിനിമയിൽ ഈ ലാംഗ്വേജ് ഉണ്ടാവില്ല. അപ്പം എങ്ങനെ കിട്ടി ഈ കന്നഡ? എവിടുന്ന് വന്നു ഈ കന്നഡ ലാംഗ്വേജ്? അയാൾ എന്തായിരുന്നു പറഞ്ഞത്? റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് നിൽക്കുന്നൊരു പ്രശ്നമാണ് ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ 2-3 കാരണങ്ങളാവാം. ഞാൻ പറയുന്ന കാരണങ്ങളാണ് ശരിയെന്നല്ല പറയുന്നത്. ചില എനർജീസ് മാച്ച് ആവാഞ്ഞിട്ടാവാം. ചില കാര്യങ്ങൾ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ പറ്റാതെ യോജിക്കുന്നതാവും. 2 ധ്രുവങ്ങളിൽ നിന്ന് വരുന്നു, ഒരിക്കലും ചേരൂല. പാലും മണ്ണെണ്ണയും പോലെ ഒരിക്കലും ചേരൂല. ഇതൊരു കാരണമാണ്. 3ാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവരനുഭവിച്ച ഒരു പ്രായം വരെ അനുഭവിച്ചൊരു സുഖം. ചിലപ്പോൾ വീട്ടിലെ ഇഷ്ടപ്പെട്ട മകൾ ആയിരിക്കാം, മകനായിരിക്കാം. ഭാര്യയിലോട്ട് വരുന്ന സമയത്ത് ആ സ്പേസ് കുറയും. അപ്പോൾ ഇവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു കേസാവാം. ഇപ്പം കണ്ടുവരുന്നൊരു പുതിയ ട്രെൻഡ് ഉണ്ട്. അത് കുറച്ച് കൂടിയ ട്രെൻഡാണ്. എന്താണ്? ഇവൻ കല്യാണത്തിന് മുന്നേ ആരെങ്കിലും ഒരാളെ പ്രേമിക്കും. ഇവനായിക്കോട്ടെ ഇവളായിക്കോട്ടെ, ഒരാളെ കല്യാണം കഴിക്കും. പിന്നെ ഇത് കമ്പാരിസണാണ് ലൈഫ്. അവൻ എന്നെ അങ്ങനെ നോക്കിയിരുന്നല്ലോ, ഇവൻ എന്നെ അങ്ങനെ നോക്കുന്നില്ലല്ലോ. ഇത് ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് അവസാനം തീരുമാനമാവും. എനിക്കൊന്ന് ഷിപ്പുകളുടെ കാലഘട്ടമാണ്. ഒരുപാട് സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ പേരറിയാത്ത ഒരുപാട് ഷിപ്പുകളുടെ കാലഘട്ടമാണ്. ഷിപ്പുകൾ മാത്രമല്ല, നമുക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത പല വേർഡുകളുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. കാരണം അത് ഇംഗ്ലീഷാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷാണ്, മലയാളമാണെന്ന് ചോദിച്ചാൽ മലയാളമാണ്. പല വേർഡുകളും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കും തന്തവൈബായി. നമുക്ക് ബ്രെഡ് കംബ്ലിങ്, അതേപോലെ ബെഞ്ചിങ്, അതൊരു വല്ലാത്തൊരു ട്രെൻഡിലൂടെ നമ്മൾ പോകുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഒരു 90s ആണ്. ഇപ്പം 90s ആണെന്നൊക്കെ പറയാൻ പേടിയാ, തന്തയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ആസ്വദിച്ച ആ ഒരു കാലഘട്ടം ഇവർക്ക് കിട്ടിയിട്ടില്ല, ഇവർക്ക് കിട്ടൂല. നമ്മളെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്നേഹം ഇവർക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഞാനൊക്കെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എന്തൊരു സാധനം കൊണ്ടുവന്നാലും, ഒരു മഞ്ചായിക്കോട്ടെ, നമ്മുടെ അന്നത്തെ കാലത്ത് മഞ്ചാണോ 5 സ്റ്റാറൊക്കെ ആയിരുന്നു, ഈ സാധനം ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഷ്ണം മുറിച്ച് കഴിക്കരുത്. ഇന്ന് നമ്മൾ 5 എണ്ണം കൊണ്ടുവന്നാലും ഒരാൾക്ക് തികയുന്നില്ല. കാരണം അന്ന് കൊതി എന്ന് പറയുന്നത് ഈ പീസും മതി, നമ്മൾ ഹാപ്പിയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. അന്ന് പൈസയുടെ ഒരു കുറവുണ്ടായിരുന്നു, ഇന്ന് പൈസ ഉണ്ട്, പക്ഷേ ആ ഒരു എന്താണ് കൂട്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും ഫാമിലി റിലേഷൻഷിപ്പുകൾ കുറഞ്ഞു. നമ്മൾ ഫാമിലി റിലേഷൻഷിപ്പ് എവിടെ നിന്ന് തുടങ്ങുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരെ കണ്ടുപഠിക്കേണ്ടത്? നമ്മുടെ അച്ഛനെയും അമ്മയും. ഇവർ നല്ല ഹാപ്പി ആയിട്ടാണെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ മക്കളെ നോക്കിയാൽ മതി. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോവുക. ഇവർ തമ്മിൽ കച്ചറ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അത് ട്രാൻസ്ഫർ ആവും. ഇത് പിന്നെയും ട്രാൻസ്ഫർ ആവും. ഇത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മുടെ അച്ഛനമ്മ അവർ നല്ല ഹാപ്പിയിലാണെങ്കിൽ അത് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പോകും. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ എന്ത് കാണുന്നു അത് തന്നെയാണല്ലോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ചില കേസുകൾ മാറാറുണ്ട്. കാരണം അവരെ പോലെ എൻ്റെ ജീവിതം ആവരുത് എന്ന് വിചാരിക്കുന്ന മക്കളും ഉണ്ട്. ഇന്നത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ എടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ
ഈ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില റിലേഷൻഷിപ്പുകൾ വന്നു പോകുന്ന ബ്രേക്കപ്പുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമുകളായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ റിലേഷൻഷിപ്പുകളായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ പാസ്റ്റ് ലൈഫ് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട്. മലയാളം മാത്രം അറിയുന്ന ആൾക്ക് മറ്റു ലാംഗ്വേജ് സംസാരിച്ച എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് എങ്ങനെയാണത്? അതിന് ഞാനൊരു കഥ പറഞ്ഞുതരാം. അതൊരു രസമുള്ള കഥയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് ഇവൻ നമ്മുടെ അടുത്ത് ഹീലിങ്ങിനൊക്കെ ഒന്ന് സുഹൃത്തായതാണ്. ആദ്യം ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സായി. രണ്ടാമത് കല്യാണം കഴിച്ചു, ഇവൻ വീണ്ടും ഡിവോഴ്സായി. അങ്ങനെ ഇവൻ നമ്മുടെ അടുത്ത് ഹീലിങ്ങിന് വരുന്നത് ഇവൻ എങ്ങനെയെങ്കിലും ഒരു അടുത്തൊരു കല്യാണം കഴിക്കണം. അപ്പം ഞങ്ങളിവനെ ഹീൽ ചെയ്യില്ല. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഹീലിംഗ് എന്ന് വെച്ചു. ഞങ്ങളിവനെ ഹീൽ ചെയ്യില്ല. കാരണം 2 കഴിഞ്ഞ് എന്നിട്ട് ഇവൻ പഠിക്കുന്നില്ല, ഇതൊക്കെ ഞങ്ങൾ പറയും. എന്നിട്ട് ഞങ്ങൾ പറയും പിന്നെ എവിടാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റിലേഷൻ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എടാ എനിക്ക് കല്യാണം കഴിക്കണം. ഇവൻ ഈ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കോമഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാ നിന്നെ കല്യാണം കഴിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു മാട്രിമോണി വെബ്സൈറ്റ്, പേര് പറയുന്നില്ല, തുറന്നു. എടാ ഇതിലൊക്കെ ഞാൻ സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ടുണ്ട്, എനിക്കിതൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്ക് ഇവനിങ്ങനെ അതുവരെ ഞങ്ങൾ തമാശയിലായിരുന്നു. കാരണം ഞങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒരു സെമി തമാശയിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ കുറച്ച് സീരിയസാണ്. ഇവന് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ അപ്പം എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി. കാരണം ഇവൻ ഞങ്ങളോട് എല്ലാം തമാശയാക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയാൽ തമാശയാക്കും. ഇങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു നീ വാ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഓഫീസിലിരുത്തി ഞാൻ ഇവനെ ജസ്റ്റ് ഒന്ന് മാഗ്നറ്റൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഇങ്ങനെ എടുത്തു. ചൈൽഡ്ഹുഡ്, വീട്ടിലെ അവസ്ഥകൾ, ഇതൊക്കെ ഇങ്ങനെ എടുത്തു. ഏജ് റിഗ്രഷൻ ഫസ്റ്റ് ചെയ്തു. ചൈൽഡ്ഹുഡിലൊന്നും ഇവന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനമ്മയായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ ജോലി എന്താ? അച്ഛൻ മാഷാണോ? അമ്മയുടെ ജോലി എന്താ? ടീച്ചർ. ഇതൊക്കെ ഇവ കറക്റ്റാണ് പറയുന്നു. ഞാൻ ചോദിച്ചു കുട്ടിക്കാലത്ത് ഏതെങ്കിലും ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇതുമില്ല. അങ്ങനെ ഏജ് റിഗ്രഷൻ വിട്ട് ഞങ്ങളത് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലോട്ട് പോയി. ക്യൂരിയോസിറ്റി ആണല്ലോ, നമുക്ക് എന്തൊരു സാധനം അന്വേഷിക്കുമ്പോഴോ അതിൻ്റെ പുറകെ പോകും. പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പോയി. എനിക്ക് തോന്നുന്നത് 18s പേര് ചോദിച്ചു, പേര് പറഞ്ഞു. അപ്പം ഇവൻ കർഷകനാണ്. ഭാര്യയുടെ പേര് ചോദിച്ചു, ദേവി എന്ന് പറഞ്ഞു. എനിക്ക് ആ പേര് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഇവൻ ഇവള് നമ്പൂതിരി ആണ്. ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഇവൻ ഓൾറെഡി എന്താ പറയുക കുറച്ച് താഴ്ന്ന കാസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പോൾ ദേവി എവിടെ എന്ന് ചോദിച്ചു. അപ്പം ദേവി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഈ ദേവിയുടെ പുറകെയാണ് എൻ്റെ സെർച്ച്. അപ്പം എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കിട്ടുമല്ലോ. അങ്ങനെ ഏതൊരു കൊല്ലം, ആ ഒരു സമയത്തുള്ള ഏതൊരു കൊല്ലം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദേവി എവിടെയെന്ന് ചോദിച്ചു. ദേവി ഇല്ലയെന്ന്. ഞാൻ ചോദിച്ചു എന്താ ദേവിക്ക് പറ്റിയത്? ദേവി മരിച്ചു. ദേവി മരിക്കേ? ആ ദേവി മരിച്ചു. സുഖമില്ലായിരുന്നു. അല്ല, ഞാൻ കൊന്നതാണ്. അയാൾ കൊന്നു. ഇത് കേട്ട് ഞാൻ ആകെ ഷോക്കായി. ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്ക് ആ സമയത്ത് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കൊന്നത്? ഞാൻ കല്ലെടുത്ത് തലക്കടിച്ചു കൊന്നു. ദേഷ്യം കൺട്രോൾ ചെയ്യാതെ കല്ലെടുത്ത് തലക്കടിച്ചു കൊന്നു. ഞാനാകെ ഷോക്കായിപ്പോയി. ഇതവൻ്റെ ലൈഫിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന് പെണ്ണ് വാഴുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ദേവിയോട് മാപ്പ് പറയും. അങ്ങനെ അവനെ അവിടുന്ന് മാപ്പ് പറയിച്ച് അവന് എന്താ പറയുക ഈ ജന്മത്തിൽ. പക്ഷെ അവിടെ എങ്ങനെയാണ് മാപ്പ് പറയാൻ കഴിയുന്നത്? കാരണം ഓൾറെഡി സൂപ്പർ കോൺഷ്യസ് മൈൻഡിലല്ലേ അവർ. സൂപ്പർ കോൺഷ്യസ് മൈൻഡിലായിരിക്കും അവർക്ക് അവിടെ പറയാം. അവിടുന്ന് ക്ലെൻസ് ചെയ്ത് അവനെ ഞങ്ങളവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഇവനോട് ചോദിച്ചു ദേവിനെ പരിചയമുണ്ടോ? ഏത് ദേവി? ഇവൻ അന്ന് പറഞ്ഞ പേരൊന്നും ഇവനെ അറിയില്ല.
ദേവിനെയും പരിചയമില്ല, ഈ പേരും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു പെട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി നീ കല്യാണം നോക്കിക്കോ. ഞങ്ങൾ ഓഡിയോ അയാൾക്ക് വേറെ ഒന്നും ഓർമ്മയില്ല, വേറെ ഒന്നും അറിയില്ല. അവന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചില ആൾക്കാർക്ക് പാസ്റ്റ് ലൈഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവാറുണ്ട്, ഇവന് ഓർമ്മയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ശരിക്ക് ഇനി നീ കല്യാണം നോക്കുന്നു. ഒരു 3 മാസം കഴിഞ്ഞ് ആളെ കല്യാണം കഴിഞ്ഞു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ചെയ്ത ഗിമ്മിക്സാണ്, ആയിരിക്കാം, ഞാൻ ചെയ്ത ഗിമ്മിക്സാന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അയാളുടെ പ്രശ്നം മാറി, അയാളുടെ പ്രശ്നം മാറി. ചിലപ്പോൾ സൈക്കോളജിക്കൽ ട്രിഗറിങ് ആവാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾക്ക് ഈ ദേവിനെയും പരിചയമില്ല, ഈ കാലഘട്ടം ഞാൻ പിന്നെ വിചാരിച്ച് വായിച്ച ചില ആൾക്കാരൊക്കെ ചില കഥകളൊക്കെ വായിച്ചിട്ട് ഞാൻ അക്ബർ ചക്രവർത്തിയാണ്, ഞാൻ മറ്റേ രാജകുടുംബത്തിൽ ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം ഉണർത്തിക്കോ. അങ്ങനെ പറയില്ലേ? പറിച്ച് ചേട്ടാ ഞാൻ പറയാം ഉണർത്തിക്കോന്ന് പറയും. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഉണർത്തിക്കോ. കാരണം അവര് ട്രിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, ഇതില് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇവര് കഥ പറയുന്നതാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അത് ഇവരെ ടോണ് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ചില ആൾക്കാരൊക്കെ വായിച്ച കഥകളൊക്കെ ഇല്ലേ, ഷാജഹാൻ്റെ എന്താ പറയുക പടത്തലവനായിരുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരി. പിന്നെ 1-2 സ്റ്റെപ്പ് നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതേതെങ്കിലും പുസ്തകത്തിലുള്ള കഥയാണോ, അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ട് കണ്ട അമർചിത്രകഥയിൽ നിന്ന് എടുത്ത ആൾക്കാരാണോ, ഇത് ഇങ്ങനെയുള്ള എല്ലാമായിട്ട് കണക്ഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാൻ കഴിയാതെ പറ്റാതെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇപ്പോൾ എല്ലാവരും പറയും 100% എല്ലാവരും ചെയ്യാൻ പോസിബിൾ അല്ല. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് നല്ല ക്ലെയർവോയൻ്റ് ആയ ആൾക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ക്ലെയർവോയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചകളിലോട്ട് പോകുന്ന ആൾക്കാർ, നല്ല ഉള്ളിലേക്ക് പോകാൻ കഴിയുന്ന ആളുകൾ, അതെ, അവർക്കാണത് നോർമലി ചെയ്യാൻ പറ്റാറ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഞാൻ മെഡിറ്റേഷനിൽ പോയ സമയത്ത് ഞാൻ ശിവനെ കണ്ടു, ഇവരൊക്കെ നല്ല ക്ലെയർവോയൻ്റുകളായിരിക്കും. ഞാൻ അത് കണ്ടു, ഞാൻ ഇത് കണ്ടു എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ നല്ല ക്ലെയർവോയൻ്റ്. ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ പാസ്റ്റ് ലൈഫ് ഹാപ്പൻ ആവാറുണ്ട്. പക്ഷേ ഇവനിലൊന്നും സംഭവിക്കുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വെറുതെ രാത്രി ഒരു തമാശയായിരുന്നു അത് എന്ന് എനിക്ക് പലപ്പോഴും തമാശയ്ക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തതാണ്. കാരണം സുഹൃത്താണല്ലോ. നമുക്ക് പുറത്തുനിന്ന് ഒരാളെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സുഹൃത്താണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഹാപ്പി ആയിട്ട് അവൻ ജീവിക്കുന്നു. വേറെ എന്തെങ്കിലും കിളി പറത്തിയ ഇത്തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു തവണ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മാസ്റ്ററുടെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ സഫ്തറെ മാഗ്നറ്റിസം ചെയ്തു. പുള്ളി വെറുതെ ക്യൂരിയോസിറ്റിക്ക് എന്നോട് പറഞ്ഞു സഫ്തറെ നമുക്ക് പാസ്റ്റ് ലൈഫ് ചെയ്യുന്നു. ഈ കിടക്കുന്ന ആൾ നല്ല ക്ലെയർവോയൻ്റാണ്, അറിയാം, കാരണം പുള്ളി നല്ല സജഷൻസൊക്കെ എടുക്കുന്നുണ്ട്, നല്ല ക്ലെയർവോയൻ്റ്. വെറുതെ ചെയ്യിച്ചു. പിന്നെ ഇയാൾ മലയാളത്തിൽ ഞാൻ ചോദിക്കുന്നത് പേരെന്താ, മൂളെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചോദിക്കുമ്പോൾ നെയ്ം, ഈ മൂളൽ മാത്രമേ കേൾക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എസ്റു എന്ന് ചോദിച്ചു. കന്നഡയിൽ പേരെന്ന്. അപ്പം ഇവനെന്തൊരു പേര് പറഞ്ഞു. നമ്മൾ എല്ലാ ഭാഷകളിലും പരീക്ഷിച്ച് നോക്കുമോ? ഇവൻ റിപ്ലൈ ഒന്നും തരാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ നെയിം ചോദിക്കും, നാം ക്യാഹെ എന്ന് ചോദിക്കും. നമുക്ക് അറിയുന്ന ഭാഷകളുണ്ടല്ലോ, അറിയുന്ന മുറി ഭാഷകൾ, ഇത് നമ്മൾ പ്രയോഗിച്ച് നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ഇവൻ കന്നഡയാണ്, എനിക്ക് ആകെ അറിയുന്ന കന്നഡ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ടീമിലൊരു കന്നഡ നന്നായിട്ട് സംസാരിക്കുന്ന ആളുണ്ട്, അവൻ ബോൺ ആൻഡ് ബോട്ടം ഇവിടെയാണ്, കർണാടകയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇവൻ പറയാണ് ഈ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കന്നഡ ലാംഗ്വേജാണ്. ഇത് ഇപ്പോഴത്തെ അല്ല, പഴയ ലാംഗ്വേജ്, പ്രാചീന കന്നഡയാണ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇവൻ കറക്റ്റാണോ പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ വെറുതെ കന്നഡ സിനിമയിൽ നിന്ന് ഒരു 10 കന്നഡ സിനിമ കണ്ടാൽ അത്യാവശ്യമൊക്കെ നമുക്ക് വേർഡ്സൊക്കെ കിട്ടുമല്ലോ. എന്നോട് ഒരിക്കലും അല്ല, ഒരു കന്നഡ സിനിമയിൽ ഈ ലാംഗ്വേജ് ഉണ്ടാവില്ല. അപ്പോൾ ആ ലാംഗ്വേജ് എവിടെ നിന്ന് വന്നു? സംടൈംസ് ഇറ്റ്സ് ജീനോമിക്സ് മെമ്മറി. അയാൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ ജോലി, അത് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ 3-4 നിഗമനങ്ങളാണ്. ഒന്ന്, നന്നായിട്ട് കന്നഡ സിനിമ കാണുന്നുണ്ടാവും. രണ്ടാമത്തെ നിഗമനം എന്ന് പറയുമ്പോൾ പഠിച്ചത് ബാംഗ്ലൂർ കർണാടകയിലാണ്. ഇതൊക്കെ ഞങ്ങൾ ആദ്യം നിഗമനം ഉണ്ടാക്കി വെക്കുകയാണ്. എഴുന്നേപ്പിച്ച് ചോദിച്ചു ആള് കന്നഡ സിനിമ കാണാറില്ല, അവൻ ഏറ്റവും ഇഷ്ടം മലയാള സിനിമയാണ്, കന്നഡ കാണാറില്ല, ഇംഗ്ലീഷ് പടങ്ങളും കാണാറ്.
അത് പോയി. ഞാൻ ചോദിച്ചു ബാംഗ്ലൂരാണല്ലേ പഠിച്ചത്? ഇല്ല, ഞാൻ ബാംഗ്ലൂർ പഠിച്ചില്ലേ. ബാംഗ്ലൂർ സുഹൃത്തുക്കളുണ്ടോ? ബാംഗ്ലൂർ സുഹൃത്തുക്കൾ ഞാൻ ആകെ ഒരു തവണ ബാംഗ്ലൂർ പോയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു കർണാടകയിൽ എവിടെയെങ്കിലും? ഇല്ല, ഞാൻ ആകെ ആ ഒരൊറ്റ തവണ പോയിട്ടുള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഞാൻ പഠിച്ചതൊക്കെ ഫിലിപ്പീൻസിലാണ്. അപ്പം എങ്ങനെ കിട്ടി കന്നഡ? എവിടുന്ന് വന്നു ഈ കന്നഡ ലാംഗ്വേജ്? അയാൾ എന്തായിരുന്നു പറഞ്ഞത്? ഇല്ല, അന്നത്തെ കുറച്ച് കാലഘട്ടങ്ങളും അയാളുടെ അന്ന് സംഭവിച്ച ചില കഥകളും, ഇയാൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇയാൾ പൂജാരി അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ എന്തോ ഒരു കഥയൊക്കെയാണ് പറഞ്ഞത്. കഥ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു പഴയ കാലഘട്ടങ്ങളിൽ നടന്ന് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളുടെ ഫാമിലിനെ പറ്റി ചോദിച്ചു, അത് പറഞ്ഞു. അമ്മയുടെ പേര് പറഞ്ഞു, അച്ഛൻ്റെ പേര് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇവനും കല്യാണം കഴിച്ചിട്ടില്ല. ആൾക്ക് കുറച്ച് ഏജ് ഉണ്ട്, ഇവനും കല്യാണം കഴിച്ചിട്ടില്ല. ഈ കന്നഡ എങ്ങനെ പഠിച്ചു കാണും? അല്ലെങ്കിൽ കന്നഡ അറിയാത്ത ഒരാൾ എങ്ങനെ കന്നഡ സംസാരിക്കും? അപ്പം അയാളുടെ ഉള്ളിൽ ഇത് കന്നഡ മാത്രമല്ല, നമുക്ക് പല ക്ലാസ്സുകളിലും ഫ്രഞ്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ വരാം. ജീവിതത്തിൽ ഫ്രഞ്ച് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ പാസ്റ്റ് ലൈഫിൽ ഫ്രഞ്ച് സംസാരിക്കും. സീരിയസ്ലി? നമ്മൾ നൻപകൽ നേരത്ത് മഴക്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാസ്റ്റ് ലൈഫ്. പാസ്റ്റ് ലൈഫിനൊരു വലിയ കണക്ഷൻ ഉണ്ട്. നമ്മൾക്ക് അറിയില്ല ഈ ലോകത്തിൽ എന്താ നടക്കുന്നത്, നമുക്കറിയില്ല. മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അനന്തര സാധ്യതകളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുന്നില്ല. മനുഷ്യൻ്റെ ഊർജ്ജം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഏറ്റവും പവർഫുൾ ടൂളാണ് മനുഷ്യൻ. ഏറ്റവും കണ്ടാമിനേറ്റഡായ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതും മനുഷ്യൻ തന്നെ. പക്ഷേ നമ്മൾക്കെല്ലാം യൂണിവേഴ്സലുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ വേറെ ഏതൊക്കെയോ റൂട്ടിലിങ്ങനെ സഞ്ചരിച്ചു പോകും. പിന്നെ ഈ പറയുന്ന പോലെ ജനിച്ചാൽ ഒരു ദിവസം മരിക്കും, അങ്ങനെ മരിച്ചു പോകും. പക്ഷേ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു മൊമെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലൈഫിൽ നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്യാം യൂണിവേഴ്സിന്. നല്ലത് മാത്രമല്ല, മോശം അട്രാക്റ്റ് ചെയ്യാം. അതാണ് യൂണിവേഴ്സ്. ഞാൻ അബാക് മീഡിയയിൽ ഇൻ്റർവ്യൂ തരണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഞാനിന്ന് അബാക്കിൻ്റെ സ്റ്റുഡിയോയിലാണോ ഇരിക്കുന്നത്? അതെ. അല്ല, കോഴിക്കോട്. എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് രാഹുൽ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇറ്റ്സ് അട്രാക്റ്റഡ്. ഞാൻ രാഹുലിനോട് അങ്ങോട്ട് പറഞ്ഞതല്ല, രാഹുൽ കോഴിക്കോടേക്ക് വാ, ഈ കൊച്ചിയിലേക്ക് വരുന്നത് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ രാഹുൽ കാലിക്കറ്റോട്ടിൽ വന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പവർ ഓഫ് മാഗ്നറ്റിസം. ഒറ്റ വാക്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, എന്നിലേക്ക് ഞാൻ രാഹുലിനെ ആകർഷിച്ചു. പല കാര്യങ്ങളും അങ്ങനെ ആകർഷിക്കാറുണ്ട്. നമ്മളിവിടേക്ക് കൊണ്ടുവന്നതല്ലേ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയല്ല. അതൊരു ടൈമാണ്. ഓട്ടോമാറ്റിക് നമ്മൾ കാണേണ്ട സമയമാകുമ്പോൾ രാഹുൽ വരും. രാഹുൽ എന്നെ വിളിച്ചു. ഇതേപോലെ നല്ല കാര്യങ്ങളല്ലേ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതെ. അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മൊഡാലിറ്റിയെ പറ്റി തന്നെ കേൾക്കുന്നത്. ഇപ്പോൾ ഇന്നൊരുപാട് ആളുകൾ, ഇപ്പോൾ പ്രൊമോഷൻ ആണെങ്കിലും മറ്റു രീതിയിലും ഒരുപാടുണ്ട്. പക്ഷേ ഇതധികം എങ്ങും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ആട് പോലും നമ്മുടെ അടുത്തേക്ക് ഇത്തരത്തിലൊരു മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു, ഞങ്ങൾ നോർമലി ആഡ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ കോഴ്സ് അനൗൺസ് ചെയ്താൽ മതി, ആൾക്കാർ ജോയിൻ ചെയ്യും. പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഇല്ല, പരസ്യങ്ങൾ ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾ 1-2 പരസ്യങ്ങൾ ചെയ്തിരുന്നു. അല്ല, ഇതിന്റെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യുന്നതാരാണ്? ആഡ് ഫിലിമുകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, പരസ്യങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരാളാണ് ഹീൽ ചെയ്യുന്നത്. അപ്പോ അയാൾ പരസ്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ നോർമലി ഒരു ക്ലാസ് അനൗൺസ് ചെയ്യും. നമുക്കറിയാം ഇത്ര പാക്സേ ഞങ്ങൾ ഹോൾഡ് ചെയ്യുള്ളൂ. അത് ഓട്ടോമാറ്റിക് 2-3 ദിവസം കൊണ്ടാവും. പിന്നെ പരസ്യം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴേക്കും ഇത് കഴിയുമ്പോൾ പിന്നെ ഇനി മതി, അടുത്തേൽ നോക്കാം. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിന് നമുക്ക് എന്താഗ്രഹിച്ചാലും അത് തരാനുള്ള കഴിവുണ്ട്. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിസം എന്ന് പറയുന്നത് കാന്തികത എന്നാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് യൂണിവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം.